ആചാര്യ ചാണക്യൻ ഗൗരവത്തോടെ പറഞ്ഞു. ചന്ദ്രഗുപ്ത, സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം എന്താണെന്ന് നിനക്കറിയാമോ? പണത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി കേൾക്കൂ ചന്ദ്രഗുപ്ത. രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നവനല്ല പണം ലഭിക്കുന്നത്. മറ്റുള്ളവരെക്കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിക്കാം എന്ന് അറിയാവുന്നവനാണ് പണം ലഭിക്കുന്നത്. അതായത് പണം എപ്പോഴും ബുദ്ധിയുള്ളവരുടെ അടുത്തേക്കാണ് പോകുന്നത്, ശാരീരികമായി അധ്വാനിക്കുന്നവരുടെ അടുത്തേക്കല്ല. ശാരീരിക അധ്വാനം കൊണ്ട് മാത്രം ഒരാളും ഒരിക്കലും സമ്പന്നനാകുന്നില്ല. അവന്റെ പക്കൽ ഒരിക്കലും ആവശ്യത്തിന് പണമുണ്ടാകില്ല. ഈ കാര്യം നീ എപ്പോഴും ഓർക്കണം. ആവശ്യത്തിന് പണം വേണമെങ്കിൽ, ധാരാളം പണം വേണമെങ്കിൽ നിന്റെ മാനസിക ശക്തിയെ ഉപയോഗിക്കുക. ബുദ്ധി കൊണ്ട് ജോലി ചെയ്യുക, കൈകൾ കൊണ്ടല്ല. ഒരു രാജാവ് ഒരിക്കലും സ്വയം അധ്വാനിക്കുന്നില്ല. വലിയ വ്യാപാരികൾ ഒരിക്കലും സ്വന്തമായി കൂലിപ്പണി ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് കൂലിപ്പണി ചെയ്യുന്നത്. അവരാണ് ഏറ്റവും വലിയ ദരിദ്രരായി തുടരുന്നതും. ചന്ദ്രഗുപ്തൻ വിനയത്തോടെ ചോദിച്ചു, ഗുരുദേവ, അങ്ങനെയെങ്കിൽ സമ്പന്നനാകാനുള്ള യഥാർത്ഥ രഹസ്യം എന്താണ്? പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും സമ്പന്നരാകാൻ കഴിയാത്തത്? ചാണക്യൻ പുഞ്ചിരിച്ചു. എന്നിട്ട് സാവധാനം പറഞ്ഞു, ചന്ദ്രഗുപ്ത, ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും ഇന്ന് ദരിദ്രർക്കിടയിൽ തുല്യമായി വിഭജിച്ചാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കാണുന്ന അതേ അവസ്ഥ തന്നെയാകും. ദരിദ്രർ വീണ്ടും ദരിദ്രരാകും, സമ്പന്നർ വീണ്ടും സമ്പന്നരാകും. എന്തുകൊണ്ട്? കാരണം സമ്പത്തും ദാരിദ്ര്യവും ഉണ്ടാകുന്നത് പണം കൊണ്ടല്ല. സമ്പത്തും ദാരിദ്ര്യവും ഉണ്ടാകുന്നത് ബുദ്ധി കൊണ്ടാണ്. സ്വന്തം ബുദ്ധിയുടെ കുതിരകളെ പായിക്കുന്നവന് സമ്പന്നനാകാൻ അധികം സമയം വേണ്ട. എന്നാൽ ബുദ്ധിയെ ഉറങ്ങാൻ അനുവദിച്ച ശരീരം കൊണ്ട് മാത്രം അധ്വാനിക്കുന്നവൻ ജീവിതകാലം മുഴുവൻ ദരിദ്രനായി തന്നെ തുടരും. പണം ബുദ്ധിയുടെ കളിയാണ്, അധ്വാനത്തിന്റെയല്ല. തുടർന്ന് ചാണക്യൻ പറഞ്ഞു, നിന്നെ സമ്പന്നനാക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയാത്ത 7 വഴികൾ ഞാൻ ഇന്ന് നിനക്ക് പറഞ്ഞുതരാൻ പോകുകയാണ്. ഈ 7 വഴികൾ ചാണക്യനീതിയിലെ ഏറ്റവും ആഴത്തിലുള്ള സൂത്രങ്ങളാണ്. നീ ഇത് പ്രാവർത്തികമാക്കിയാൽ ഒരു ദിവസം ഭാരതം മുഴുവൻ നിന്റെ പേര് വാഴ്ത്തും. എന്നിട്ട് ചാണക്യൻ ആദ്യത്തെ സൂത്രം പറഞ്ഞു. നിയമം 1. നിങ്ങളുടെ ബുദ്ധിയിൽ പണം നിക്ഷേപിക്കുക. ഇതാണ് ഏറ്റവും വലിയ നിക്ഷേപം. നിനക്ക് യഥാർത്ഥത്തിൽ സമ്പന്നനാകണമെങ്കിൽ, പണത്തിനോ ബഹുമാനത്തിനോ സ്വാതന്ത്ര്യത്തിനോ ഒരു കുറവുമില്ലാത്ത ഉയരങ്ങളിൽ ജീവിതത്തിലെത്തണമെങ്കിൽ നീ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ കാര്യം ഇതാണ്. നിന്റെ മുഴുവൻ ശ്രദ്ധയും മുഴുവൻ പണവും മുഴുവൻ സമയവും ആദ്യം സ്വന്തം ബുദ്ധിയിൽ നിക്ഷേപിക്കുക. ശാരീരിക അധ്വാനം ഉപേക്ഷിക്കാൻ ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിരുന്നു. കൈകാലുകൾ കൊണ്ട് അധ്വാനിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് നിന്നെ ഒരു പരിധിവരെ മാത്രമേ എത്തിക്കൂ. ആ പരിധി കഴിഞ്ഞാൽ നീ അവിടെ നിൽക്കും. ഒരു തൊഴിലാളി രാവും പകലും ചുറ്റിക കൊണ്ടടിക്കുന്നു. എന്നിട്ടും അവൻ 2 നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നു. എന്തുകൊണ്ട്? കാരണം അവൻ ഒരിക്കലും തന്റെ ബുദ്ധി തുറന്നിട്ടില്ല. ബുദ്ധിയുടെ കുതിരകളെ പായിക്കുക. പായിക്കുക എന്നതിനർത്ഥം പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ്. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ പഠിക്കുക. പഠിക്കുന്നത് നിർത്തുന്നവൻ ജീവിച്ചിരിക്കെ തന്നെ മരിക്കുന്നു. അവന്റെ സമ്പാദ്യവും മരിക്കുന്നു. നിയമം 2. അവസരങ്ങൾ തനിയെ വരില്ല, അവരെ തിരിച്ചറിയണം. അവസരകാലേന ആഗച്ഛതി കാലേനുശതി തം യാ സന്നാദതി സ സിദ്ധിം പ്രാപ്തതി. അതായത് അവസരം സമയത്തോടൊപ്പം വരുന്നു, സമയത്തോടൊപ്പം ഇല്ലാതാകുന്നു. അതിന്റെ ശബ്ദം കേൾക്കുന്നവനാണ് വിജയം നേടുന്നത്. സമ്പന്നനാകണമെങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിയമം ഇതാണ്. അവസരങ്ങളെ കാണാൻ നീ കണ്ണുകൾ തുറക്കണം. അവസരങ്ങൾ ഒരിക്കലും വാതിൽമുട്ടി വരില്ല. സഹോദര, ഞാനാണ് നിന്റെ അവസരം, എന്നെ അകത്തേക്ക് കയറ്റൂ എന്ന് പറഞ്ഞ് അവ വരില്ല. അവസരങ്ങൾ എപ്പോഴും വേഷം മാറിയാണ് വരുന്നത്. ചിലപ്പോൾ അതൊരു പ്രതിസന്ധിയുടെ രൂപത്തിലാകാം, ചിലപ്പോൾ ഒരു പരിഹാസമായി, ചിലപ്പോൾ ഒരു സുഹൃത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്കായി വരാം. മിക്കവരും ഇത് കണ്ടു ഒഴിഞ്ഞുമാറുന്നു. എന്നാൽ ഇവയെ തിരിച്ചറിയുന്നവരാണ് കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരുമാകുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നിനക്ക് സമ്പന്നനാകണമെങ്കിൽ ഇന്ന് തന്നെ ഈ പ്രതിജ്ഞയെടുക്കുക. ഞാനൊരു അവസരവും പാഴാക്കില്ല. അത് പഠിക്കാനായാലും സമ്പാദിക്കാനായാലും ഒത്തുചേരാനായാലും യാത്ര ചെയ്യാനായാലും പുതിയതെന്തെങ്കിലും ചെയ്യാനായാലും ഞാനത് പിടിച്ചെടുക്കും. ഓർക്കുക, പണം നിന്റെ അടുത്തേക്ക് വരുന്നില്ല. പണം നിന്നിലേക്കെത്താനുള്ള വഴി തേടുകയാണ്. ആ വഴിയാണ് അവസരം. നീ എത്രത്തോളം അവസരങ്ങൾ പിടിച്ചെടുക്കുന്നുവോ അത്രത്തോളം വഴികൾ പണത്തിനായി തുറക്കപ്പെടും. നീ അവസരങ്ങൾ പാഴാക്കിക്കൊണ്ടിരുന്നാൽ ഒന്നാമത്തെ നിയമമായ പഠനം എത്ര പിന്തുടർന്നാലും നിന്റെ പഠനമെല്ലാം വെറുതെയാകും. കാരണം പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഒരു അവസരം വേണം. നിയമം 3. സമയം പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. നിനക്ക് യഥാർത്ഥത്തിൽ സമ്പന്നനാകണമെങ്കിൽ കോടികളല്ല, മറിച്ച് പണത്തിന്റെ അടിമയാകാതെ പണത്തെ നിന്റെ അടിമയാക്കാനുള്ള സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഇന്നു മുതൽ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക. സമയം പണത്തേക്കാൾ 1000 മടങ്ങ് വിലപ്പെട്ടതാണ്. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം. പക്ഷെ സമയം നഷ്ടപ്പെട്ടാൽ അത് എന്നേക്കുമായി പോയി. ഒരിക്കൽ പോയാൽ അത് ഒരിക്കലും തിരിച്ചുവരില്ല. ലോകത്തിലെ സമ്പന്നരായ എല്ലാവരും ഒരു കാര്യത്തിൽ യോജിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ ആയുധം അവരുടെ സമയമായിരുന്നു. അവരുടെ ഏറ്റവും വലിയ മൂലധനം സമയത്തോടുള്ള അവരുടെ അച്ചടക്കമായിരുന്നു. നീ ഇന്നും നിന്റെ സമയം പാഴാക്കുകയാണെങ്കിൽ നീ സമ്പന്നനാകാൻ യോഗ്യനല്ല. കാരണം സമ്പന്നനാകുക എന്നതൊരു കളിയല്ല, ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടക്കമുള്ളവനാണ് വിജയിക്കുന്നത്. നീ പണത്തിന് അർഹനാണെന്ന് തെളിയിക്കുമ്പോൾ മാത്രമേ പണം നിന്റെ അടുത്ത് എത്തുകയുള്ളൂ.
നിന്റെ ഓരോ നിമിഷവും ഓരോ ശ്വാസവും ഓരോ മിനിറ്റും അതിനായി സമർപ്പിക്കുമ്പോൾ മാത്രമേ നിനക്കത് തെളിയിക്കാൻ കഴിയൂ. ഇന്നു മുതൽ പ്രതിജ്ഞ ചെയ്യുക, എന്റെ സമയമാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഞാനിത് ആരെയും തൊടാൻ അനുവദിക്കില്ല. ആവശ്യമില്ലാത്ത ആളുകൾക്കോ ആവശ്യമില്ലാത്ത ശീലങ്ങൾക്കോ ആവശ്യമില്ലാത്ത ചിന്തകൾക്കോ ഞാൻ എന്റെ സമയം കൊടുക്കില്ല. എന്റെ ഓരോ മിനിറ്റും എന്റെ ലക്ഷ്യത്തിനായിരിക്കും. ഞാൻ 24 മണിക്കൂറും എന്റെ സ്വപ്നത്തിനായി നൽകും. ശ്വാസം ഉള്ളിടത്തോളം ഞാൻ നിർത്തില്ല. ഈയൊരു നിയമം ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ 7ൽ ബാക്കിയുള്ള നിയമങ്ങൾ തനിയെ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. കാരണം സമയത്തെ കീഴടക്കിയവൻ പണത്തെയും ജീവിതത്തെയും ഭാഗ്യത്തെയും കീഴടക്കി. നിയമം 4. പണം വരുന്നതിനു മുമ്പ് സ്വയം തയ്യാറെടുക്കുക. പണം സമ്പാദിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുള്ളത് പണം കയ്യിൽ നിലനിർത്തുന്നതാണ്. നീ കണ്ടിട്ടുണ്ടാകും, ലോട്ടറി അടിച്ചവർ 2-4 വർഷത്തിനുള്ളിൽ പാപ്പരാകുന്നു. ശമ്പളം വർദ്ധിച്ച് 1 വർഷം കഴിയുമ്പോൾ വീണ്ടും പഴയ അതേ കരച്ചിൽ. ബിസിനസ് പച്ചപിടിച്ച് 2 വർഷത്തിനുള്ളിൽ വീണ്ടും കടക്കെണിയിലാകുന്നു. എന്തുകൊണ്ട്? കാരണം പണം വരുന്നതിനു മുമ്പ് അവർ അതിനായി സ്വയം തയ്യാറെടുത്തിരുന്നില്ല. അവർ പാത്രങ്ങളായിരുന്നു, എന്നാൽ ചോർച്ചയുള്ള പാത്രങ്ങൾ. വെള്ളമൊഴിച്ചാൽ എല്ലാം താഴേക്ക് പോകും. ലക്ഷ്മീദേവി വളരെ ബുദ്ധിമതിയാണ്. സംയമനമില്ലാത്ത, നിയന്ത്രണമില്ലാത്ത, ദുശീലങ്ങളുള്ള ഒരിടത്തും ദേവി നിൽക്കില്ല. പണം ഒരു നദിയാണ്. നീ അണക്കെട്ട് നിർമ്മിച്ചില്ലെങ്കിൽ അത് ഒഴുകിപ്പോകും. ആ അണക്കെട്ട് നിർമ്മിക്കപ്പെടേണ്ടത് നിന്റെ ഉള്ളിലാണ്, നിന്റെ ശീലങ്ങളിൽ, നിന്റെ സ്വഭാവത്തിൽ. അതുകൊണ്ട് ഇന്നത്തെ ഈ നിയമം ഏറ്റവും കഠിനവും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. പണം വരുന്നതിനു മുമ്പ് സ്വയം തയ്യാറെടുക്കുക. നീ ഇന്ന് ദരിദ്രനാണെങ്കിലും സംയമനം പഠിച്ചാൽ നാളെ സമ്പന്നനാകുമ്പോഴും നീ രാജാവായി തുടരും. എന്നാൽ ഇന്ന് നീ സമ്പന്നനാണെങ്കിലും സംയമനം പഠിച്ചില്ലെങ്കിൽ നാളെ പാപ്പരായി കരയേണ്ടിവരും. പണം വരുമ്പോഴാണ് നിന്റെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത്. നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് അത് നിനക്ക് കാണിച്ചു തരുന്നു. അത് ആർത്തിയാണോ അതോ സംതൃപ്തിയാണോ, അഹങ്കാരമാണോ അതോ വിനയമാണോ, ധൂർത്താണോ അതോ വിവേകമാണോ, പ്രകടനമാണോ അതോ അന്തസ്സാണോ? മിക്കവരും ഈ പരീക്ഷയിൽ പരാജയപ്പെടുന്നു. ആദ്യത്തെ വലിയ ശമ്പളം വരുമ്പോഴേക്കും പുതിയ വണ്ടി, പുതിയ ഫോൺ, പാർട്ടി, മദ്യം, ആഘോഷങ്ങൾ. 2 വർഷത്തിനു ശേഷം വീണ്ടും പഴയ സൈക്കിൾ തന്നെ. ഞാൻ നിന്നോട് പറയുന്നു, പണം വരുന്നതിനു മുൻപ് തന്നെ നീ സ്വയം മാറണം. കോടികൾ വരുമ്പോഴും നീ പഴയതുപോലെ തന്നെ തുടരണം. ഷൂസുകൾ പഴയതായാലും ഇറ്റാലിയൻ ആയാലും നിന്റെ നടത്തം പഴയതു തന്നെയായിരിക്കണം. ഭക്ഷണം തട്ടുകടയിൽ നിന്നായാലും 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നായാലും നിന്റെ വിശപ്പ് അതുതന്നെയായിരിക്കണം. ഇതാണ് യഥാർത്ഥ തയ്യാറെടുപ്പ്. ആർത്തി പണത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. 2 പൈസ കയ്യിൽ വരുമ്പോൾ തന്നെ ആർത്തി പറയും, അല്ലയോ സുഹൃത്തേ, ഇനി ജീവിതം ആസ്വദിക്കൂ, അടിച്ചുപൊളിക്കൂ. അങ്ങനെ ജീവിക്കാനുള്ള ആവേശത്തിൽ നീ നിന്റെ ഭാവി ഇല്ലാതാക്കുന്നു. നിയമം 5. നിങ്ങളുടെ കൂട്ടുകെട്ട് നന്നാക്കുക. നിങ്ങളുടെ മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുക. നിങ്ങൾ എത്ര പഠിച്ചാലും, എത്ര അനുഭവങ്ങൾ നേടിയാലും, എത്ര സമയം ചിലവഴിച്ചാലും നിന്റെ കൂട്ടുകെട്ട് തെറ്റാണെങ്കിൽ എല്ലാം വെറുതെയാണ്. ആരുടെ കൂടെയാണോ നീ ജീവിക്കുന്നത് അതുതന്നെയായി നീ മാറുന്നു. നിന്റെ വരുമാനം, നിന്റെ സ്വഭാവം, നിന്റെ ഭാഗ്യം, നിന്റെ ഭാവി, ഇവയെല്ലാം നിനക്ക് ചുറ്റുമുള്ള 5 ആളുകളുടെ ശരാശരി വെച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. നീ എവിടെയിരിക്കുന്നു, ആരുടെ കൂടെ ചായ കുടിക്കുന്നു, രാത്രി ആരുടെ കൂടെ ഫോണിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്നു എന്നത് 10 വർഷത്തിന് ശേഷം നീ എവിടെയായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നു. സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം സ്വന്തം കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. കാരണം ഇരുമ്പാണി ഇരുമ്പുകൊണ്ട് തന്നെ മൂർച്ച കൂട്ടുന്നതുപോലെ ഒരു മനുഷ്യൻ ആരുടെ കൂടെയാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവന്റേതിന് സമാനമായി അവന്റെ മനസ്സ് മാറുന്നു. നീചരും അലസരും ദുർനടപ്പുകാരും നെഗറ്റീവ് സംസാരിക്കുന്നവരുമായ ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ നിന്റെ മനസ്സും അതുപോലെയാകുന്നു. നിനക്ക് തോന്നും ഈ ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല, പണം ഭാഗ്യം കൊണ്ടാണ് വരുന്നത്, കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന്. ഇത്തരം ചിന്തകളിലൂടെ നീ നിന്റെ സ്വന്തം കാലിൽ കോടാലി വയ്ക്കുകയാണ്. എന്നാൽ ഉന്നത ചിന്താഗതിക്കാരും സമ്പന്നരും പണ്ഡിതരും സംയമനമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമായ ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ നിന്റെ മനസ്സും ഉയരാൻ തുടങ്ങും. എനിക്കും അത് ചെയ്യാൻ കഴിയും എന്ന് നിനക്ക് സ്വയം തോന്നിത്തുടങ്ങും. ചന്ദ്രഗുപ്ത, ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. കടം എന്നത് ചിതൽ പോലെയാണ്. അത് എത്ര ശക്തമായ ബന്ധത്തെയും കാർന്നു തിന്നുന്നു. ഇത്തരം കടങ്ങളിലൂടെയാണ് പണത്തിന് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത്. ജീവിതത്തിൽ പണം ചോദിച്ച് പലപ്പോഴും വരുന്നത് നമ്മുടെ സ്വന്തം ബന്ധുക്കളായിരിക്കും, ചിലപ്പോൾ സുഹൃത്തുക്കളും. എന്നാൽ ഇല്ല എന്ന് പറയാൻ നമ്മൾ മടിക്കുന്നു. എവിടെയെങ്കിലും ബന്ധം തകരുമോ എന്ന ഭയമാണ്. യാഥാർത്ഥ്യമെന്തെന്നാൽ എങ്ങനെ ഇല്ല എന്ന് പറയണമെന്ന് പലർക്കും അറിയില്ല എന്നതാണ്. കാരണം അവർക്ക് ശരിയായ വാക്കുകളോ രീതിയോ അറിയില്ല. എന്നാൽ ഇന്ന് ഞാൻ നിനക്ക് ഈ തന്ത്രം പറഞ്ഞുതരാം. ആരെങ്കിലും നിന്നോട് കടം ചോദിച്ചു വരുമ്പോൾ നീ ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ സ്വയം കടം ചോദിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞ് അവിടെ നിന്ന് മിണ്ടാതെ പോകും. എന്നാൽ ചന്ദ്രഗുപ്ത, ഇതൊരു വിദ്യയാണ്. അത് ഭയത്തിൽ നിന്ന് മോചനം നൽകുന്നു. നീ ഇത് അറിഞ്ഞില്ലെങ്കിൽ എപ്പോഴും കുടുങ്ങിക്കിടക്കും. കാരണം ഇതുമൂലം ആളുകൾ തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ചാണക്യനീതി ഇഷ്ടമാണെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റിൽ അറിയിക്കുക. അതുവഴി ഞങ്ങളുടെ വാക്കുകൾ എവിടെയെല്ലാം എത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. വൈകാതെ നമുക്ക് വീഡിയോ തുടങ്ങാം.
സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഈ വാക്കുകൾ പഴയകാലത്തെ പോലെ ഇന്നും വളരെ സത്യമാണ്. സങ്കൽപ്പിക്കുക, ചാണക്യന്റെ കാലത്ത് പാടലീപുത്രത്തിലെ തെരുവുകളിൽ ഒരു സാധാരണ വ്യാപാരി ജീവിച്ചിരുന്നു. പേര് വിഷ്ണുദാസ്. അവൻ രാവും പകലും കഠിനാധ്വാനം ചെയ്താണ് കച്ചവടം നടത്തിയിരുന്നത്. ധാന്യം വിറ്റ് അവന്റെ കുടുംബത്തിനായി അല്പം പണം അവൻ സമ്പാദിച്ചു വച്ചിരുന്നു. ഒരു ദിവസം അവന്റെ ഒരു അകന്ന ബന്ധു വന്നു. അവൻ പറഞ്ഞു, സഹോദരാ, വെള്ളപ്പൊക്കത്തിൽ എന്റെ വിളവ് നശിച്ചുപോയി. കുറച്ചു പണം കടമായി തരൂ, അടുത്ത വിളവെടുപ്പിൽ ഞാൻ തിരികെ നൽകാം. വിഷ്ണുദാസിന്റെ മനസ്സലിഞ്ഞു. അവൻ തന്റെ സമ്പാദ്യമെല്ലാം നൽകി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ആ ബന്ധുവിനെ പിന്നീട് കണ്ടില്ല. പിന്നീട് അവൻ ആ പണം അവന്റെ ആഡംബരങ്ങൾക്കായി ചെലവാക്കിയെന്നറിഞ്ഞു. വിഷ്ണുദാസിന്റെ കുടുംബം പട്ടിണിയിലായി. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. ആ ബന്ധമാകട്ടെ നേരത്തെ തന്നെ തകർന്നിരുന്നു. ചാണക്യൻ പറയുമായിരുന്നു, സമ്പത്തിനെ സംരക്ഷിക്കുക എന്നത് കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇന്നത്തെ കാലത്തും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ആളുകൾ ഫോണിൽ മെസ്സേജ് അയക്കുന്നു, അളിയ, അത്യാവശ്യമാണ്, ഒരു 500 രൂപ കടന്താ. നൽകാതിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ നൽകുന്നു. എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ പണം നൽകിയതിനു ശേഷം ബന്ധം കൂടുതൽ ശക്തമാകുന്നതിനു പകരം ദുർബലമാകുന്നു. എന്തുകൊണ്ട്? കാരണം പണം തിരികെ വന്നില്ലെങ്കിൽ വഴക്കുകൾ തുടങ്ങും. തിരികെ ചോദിച്ചാൽ നമ്മൾ വില്ലനാകും. ഈ കെണിയിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. വികാരങ്ങൾക്ക് അടിമപ്പെടുന്നത് നിർത്തി ബുദ്ധികൊണ്ട് പ്രവർത്തിക്കാൻ ചാണക്യന്റെ നയം നമ്മോട് പറയുന്നു. ചാണക്യൻ പറഞ്ഞ ആ 5 വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാൽ ലളിതമായ ഭാഷയിൽ ഒരു വൃദ്ധനായ ഗുരു തന്റെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതുപോലെ. ആരെയും വേദനിപ്പിക്കാതെ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ ഈ വഴികളിലൂടെ സാധിക്കും. ഈ തത്വങ്ങൾ എത്ര പഴയതാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാനായി ചാണക്യന്റെ കാലത്തെ കഥകളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. എന്നാൽ ഇവ ഇന്നും പ്രാവർത്തികമാണ്. ഇന്നത്തെ കാലത്ത് ഒരാൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കടക്കെണിയിലാകുന്നതുപോലെ അന്നത്തെ കാലത്ത് ആളുകൾ കൊള്ളപ്പലിശക്കാരുടെ പിടിയിൽ അകപ്പെട്ടിരുന്നു. എന്നാൽ ചാണക്യൻ പറഞ്ഞിരുന്നത് സ്വന്തമായി കടത്തിന്റെ വല നെയ്യാത്തവനാണ് ബുദ്ധിമാനെന്നാണ്. നമുക്ക് ആദ്യത്തെ വഴിയിൽ നിന്ന് തുടങ്ങാം. അത് ഇതാണ്: ഉടനെ മറുപടി നൽകാതിരിക്കുക. ചാണക്യൻ ഇതിനെ സമയത്തിന്റെ പരിച എന്ന് വിളിച്ചു. ആരെങ്കിലും പണം ചോദിച്ചാൽ അവർ എത്ര വലിയ പ്രശ്നം പറഞ്ഞാലും അപ്പോൾ തന്നെ അതെ എന്നോ ഇല്ല എന്നോ പറയരുത്. ചിരിച്ചുകൊണ്ട് പറയുക, സഹോദരാ, നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. എന്നാൽ എന്റെ പണം പലയിടത്തായി നിക്ഷേപിച്ചിരിക്കുകയാണ്. എന്റെ കണക്കുകൾ ഒന്ന് നോക്കട്ടെ. വീട്ടുകാരുമായി സംസാരിക്കട്ടെ. നാളെയോടെ പറയാം. ഈ 24 മണിക്കൂർ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം നൽകുന്നു. ഒപ്പം ചോദിച്ചയാളുടെ ഉദ്ദേശവും പരീക്ഷിക്കാൻ സാധിക്കും. ചാണക്യന്റെ കാലത്ത് എപ്പോഴും തിടുക്കത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന ഒരു രാജകുമാരനുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ചാരൻ അവന്റെ അടുത്ത് വന്നു പറഞ്ഞു, മഹാരാജാവേ, ശത്രുവിന്റെ രഹസ്യങ്ങൾ അറിയാൻ എനിക്ക് ഉടൻ തന്നെ സ്വർണ്ണ നാണയങ്ങൾ വേണം. രാജകുമാരൻ അത് അപ്പോൾ തന്നെ നൽകി. എന്നാൽ ആ ചാരൻ ശത്രുവിന്റേതാണെന്ന് പിന്നീട് വ്യക്തമായി. ചാണക്യൻ രാജകുമാരനെ ശകാരിച്ചു. സമയമെടുക്കുക, ചിന്തിക്കുക, എന്നിട്ട് തീരുമാനിക്കുക. ഇന്നത്തെ കാലത്തും ആരെങ്കിലും പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞാൽ ഇന്ന് ബാങ്ക് അടച്ചിരിക്കുകയാണ്, നാളെ നോക്കാം എന്ന് പറയുക. ആവശ്യം കള്ളമാണെങ്കിൽ അയാൾ കാത്തിരിക്കില്ലെന്ന് നിങ്ങൾക്ക് കാണാം. അയാൾ വേറെ ആരുടെയെങ്കിലും അടുത്തേക്ക് പോകും. എന്നാൽ ആവശ്യം സത്യമാണെങ്കിൽ അയാൾ കാത്തിരിക്കും. എളുപ്പത്തിലിരയാകുന്നതിൽ നിന്ന് ഈ രീതി നിങ്ങളെ സംരക്ഷിക്കുന്നു. ഞാൻ തന്നെ അത് കണ്ടിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്ത് അങ്ങനെ ചെയ്തു. അവന്റെ ബന്ധു വന്ന് 20,000 രൂപ ചോദിച്ചു. സുഹൃത്ത് സമയം ചോദിച്ചു. അടുത്ത ദിവസം ബന്ധു തന്നെ പറഞ്ഞു, വേണ്ട, ഞാൻ മറ്റൊരാളിൽ നിന്നെടുത്തു. ആ പണം ഒരു പാർട്ടിയിൽ അടിച്ചുപൊളിക്കാനായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. ക്ഷമ എത്ര വലിയ ആയുധമാണെന്ന് ഇത്തരം ചെറിയ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ വഴി, ചോദ്യം ചോദിക്കുക. എന്നാൽ ഒരു രീതിയുണ്ട്. 24 മണിക്കൂറിന് ശേഷം അവർ തിരികെ വരുമ്പോൾ എന്തിനാണ് പണമില്ലാത്തത് എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ടതില്ല. പകരം അവരോട് ചോദിക്കുക, സഹോദരാ, ഞാൻ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്കും ചെലവുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പണം വേഗം തിരികെ വേണം. ഇത് തിരികെ നൽകാനുള്ള നിന്റെ കൃത്യമായ പ്ലാൻ എന്താണ്? പണം എവിടെ നിന്ന് വരും? ഈ ചോദ്യം അവരുടെ ഉദ്ദേശ്യത്തെ തുറന്നുകാട്ടുന്നു. ചോദ്യം എന്നത് നുണകളെ തുളച്ചുകയറുന്ന അമ്പാണെന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ആളുകളിൽ നിന്ന് കടം വാങ്ങിയിരുന്ന ഒരു കൊള്ളപ്പലിശക്കാരനുണ്ടായിരുന്നു. എന്നാൽ ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, എങ്ങനെ തിരികെ നൽകും എന്ന് ചോദിക്കുക. പലിശക്കാരൻ എപ്പോഴും വളച്ചൊടിച്ചുള്ള മറുപടികൾ പറയും. അങ്ങനെ ആളുകൾ രക്ഷപ്പെടും. ഇന്നത്തെ കാലത്തും ആരെങ്കിലും ശമ്പളത്തിൽ നിന്ന് തരാം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ വിഷമിക്കേണ്ട, എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ജാഗ്രത പാലിക്കുക. അപ്പോൾ നിങ്ങൾ പറയുക, വിശ്വാസമുണ്ട്, എന്നാൽ ബന്ധം പണത്തേക്കാൾ മുകളിലാണ്. പണം തിരികെ നൽകിയില്ലെങ്കിൽ ബന്ധം വഷളാകും. അതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യം അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ഒരിക്കൽ എന്റെ അമ്മായിക്കും ഇതുതന്നെ സംഭവിച്ചു. അവരുടെ അനന്തരവൻ വന്ന് പണം ചോദിച്ചു. അമ്മായി ഒരു ചോദ്യം ചോദിച്ചു. അനന്തരവൻ വിക്കി. അവൻ തന്നെ പറഞ്ഞു, വേണ്ട അമ്മായി, ഞാൻ വേറെ ആരോടെങ്കിലും ചോദിക്കാം. അവന്റെ പണം മുഴുവൻ നഷ്ടപ്പെട്ട ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാനായിരുന്നു ആ പണം എന്ന് പിന്നീട് മനസ്സിലായി. ഇത്തരം സാഹചര്യങ്ങളിൽ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളെ ഒരു സംരക്ഷകനാക്കുന്നു, അല്ലാതെ ഒരു കൊള്ളക്കാരനല്ല. മൂന്നാമത്തെ വഴി, ഗ്യാരണ്ടി ചോദിക്കുക. ചാണക്യൻ ഇതിനെ പണയത്തിന്റെ നിയമം എന്ന് വിളിച്ചു. അവർ വീണ്ടും നിർബന്ധിക്കുകയാണെങ്കിൽ പറയുക, സഹോദരാ, നിയമങ്ങൾ നിയമങ്ങളാണ്. ഞാൻ പണം നൽകാം, എന്നാൽ പകരമായി ചെറിയൊരു ഗ്യാരണ്ടി വേണം. ഒരു ചെക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ പണയമായി നൽകുക. പണയമില്ലാത്ത പണം മണലിലെ വെള്ളം പോലെയാണെന്ന് ചാണക്യൻ പറയുമായിരുന്നു.
അദ്ദേഹത്തിന്റെ കാലത്ത് ആളുകൾ സ്വർണ്ണമോതിരമോ ഭൂമിയുടെ പ്രമാണമോ പണയം വെച്ചിരുന്നു. ഒരു കഥയുണ്ട്. ചാണക്യന്റെ ഒരു ശിഷ്യൻ ഒരു വ്യാപാരിയോട് കടം ചോദിച്ചു. ശിഷ്യൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ചാണക്യൻ ഇടപെട്ടു, വിശ്വാസം നല്ലതാണ്, എന്നാൽ തെളിവാണ് അതിലും നല്ലത്. വ്യാപാരി രേഖകൾ ചോദിച്ചു. ആ വ്യക്തി അവിടെ നിന്ന് ഓടിപ്പോയി. ഇന്നത്തെ കാലത്ത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ചോദിക്കുക. അവർക്ക് ദേഷ്യം വരികയോ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുകയോ ചെയ്താൽ പറയുക, ഇല്ല സഹോദര, ഇതൊരു സുരക്ഷയ്ക്കു വേണ്ടി മാത്രമാണ്. നല്ല ഉദ്ദേശത്തോടെ വന്നവർ അത് നൽകും. എന്നാൽ അല്ലാത്തവർ തനിയെ പോകും. എപ്പോഴും കടം നൽകുന്ന ഒരു അയൽക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഗ്യാരണ്ടി ചോദിച്ചപ്പോൾ കടം ചോദിച്ചയാൾക്ക് ദേഷ്യം വന്നു. എന്നാൽ അയൽക്കാരന്റെ പണം പിന്നീട് സുരക്ഷിതമായി. കാരണം ആ വ്യക്തി മറ്റുള്ളവരെ വഞ്ചിക്കുകയായിരുന്നു. ഈ രീതി നിങ്ങളെ ശക്തരാക്കുകയും ബന്ധങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. 4ാമത്തെ വഴി, ക്ഷാമത്തിന്റെ ഒരു മിഥ്യാധാരണ ഉണ്ടാക്കുക. ശരി, വീട്ടുകാരുമായി സംസാരിച്ചോളൂ എന്നവർ പറഞ്ഞാൽ നിങ്ങൾ പറയുക, സഹോദര, പണമുണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ടിരിക്കുകയാണ്. അത് പിൻവലിച്ചാൽ എനിക്ക് നഷ്ടമുണ്ടാകും. ആ നഷ്ടം കൂടി നീ നികത്തുമെങ്കിൽ ഞാൻ പിൻവലിക്കാം. ചാണക്യൻ ഇതിനെ ദൗർലഭ്യത്തിന്റെ മായ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു രാജാവ് തന്റെ മന്ത്രിയോട് പറഞ്ഞു, എന്റെ പക്കൽ നിധിയുണ്ട്, എന്നാൽ ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. അത് തുറക്കാനുള്ള ചെലവ് നീ തരുമെങ്കിൽ ഞാൻ തരാം. മന്ത്രി സ്വയം പിന്മാറി. ഇന്നും ഇതുതന്നെ പ്രവർത്തിക്കും. കടം ചോദിക്കുന്ന ഒരാൾ എന്തിന് നിങ്ങളുടെ നഷ്ടം നികത്തണം? വേണ്ട എന്ന് അവർ തന്നെ പറയും. ഒരിക്കൽ എന്റെ അമ്മാവൻ അങ്ങനെ ചെയ്തു. അവന്റെ സുഹൃത്ത് വന്ന് പണം ചോദിച്ചു. അമ്മാവൻ പറഞ്ഞു, ബാങ്കിൽ നിന്ന് പിൻവലിക്കാം, പക്ഷേ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. സുഹൃത്ത് പറഞ്ഞു, വേണ്ട, ഞാൻ മറ്റൊരാളിൽ നിന്ന് എടുത്തോളാം. അങ്ങനെ പണം സുരക്ഷിതമായി. വഴക്കുകളില്ലാതെ ഈ രീതി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നു. 5ാമത്തെ വഴി, ബുദ്ധിമുട്ട് യഥാർത്ഥമാണെങ്കിൽ ഒരു ചെറിയ തുക ദാനമായി നൽകുക. ദാനത്തിലൂടെ ശത്രുപോലും മിത്രമായി മാറുമെന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ശരിക്കും അസുഖമാണെങ്കിലോ കുട്ടിയുടെ ഫീസ് അടയ്ക്കാനുണ്ടെങ്കിലോ ചോദിച്ച മുഴുവൻ തുകയും കടമായി നൽകരുത്. അവരോട് പറയുക, സഹോദര, മുഴുവൻ തുകയും എനിക്ക് നൽകാൻ കഴിയില്ല, എന്നാൽ ഇത്രയും ഞാൻ നൽകാം. ഇത് തിരികെ നൽകേണ്ടതില്ല. ഇത് നിങ്ങളുടെ കൂടുതൽ പണം ലാഭിക്കുന്നു, ബഹുമാനം വർദ്ധിപ്പിക്കുന്നു. അവർ വീണ്ടും വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയുമില്ല. ചാണക്യന്റെ കാലത്ത് ഒരു പാവപ്പെട്ട കർഷകൻ രാജാവിന്റെ അടുത്തുവന്നു. രാജാവ് പൂർണ്ണമായ സഹായം നൽകിയില്ലെങ്കിലും ചെറിയ സഹായം നൽകി. കർഷകൻ എപ്പോഴും നന്ദിയുള്ളവനായിരുന്നു. ഇന്നത്തെ കാലത്തും ആരെങ്കിലും ഒരു വലിയ തുക ചോദിച്ചാൽ ഒരു 5000 രൂപ ദാനമായി നൽകുക. അവർ സന്തുഷ്ടരാകും, നിങ്ങൾ സുരക്ഷിതരുമാകും. എന്റെ ഒരു സഹോദരി അങ്ങനെ ചെയ്തു. അവളുടെ സുഹൃത്ത് വന്ന് പണം ചോദിച്ചു. സഹോദരി ഒരു ചെറിയ തുക നൽകി. ആ ബന്ധം കൂടുതൽ ശക്തമായി. ഇനി ലക്ഷങ്ങൾ പോലെ വലിയ തുകയാണെങ്കിൽ കൃത്യമായ രേഖകൾ ആവശ്യമാണ്. രേഖകളില്ലാത്ത ഇടപാടുകൾ തർക്കത്തിന്റെ വിത്താണെന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. കരാറുണ്ടാക്കുക, ചെക്ക് വാങ്ങുക. സത്യസന്ധരായ ആളുകൾ അത് സമ്മതിക്കും, അല്ലാത്തവർ അവിടെ നിന്ന് ഓടിപ്പോകും. അവസാനമായി ചാണക്യന്റെ പാഠം, ബന്ധത്തിന്റെ വില മനസ്സിലാക്കുക. പണം നൽകാത്തതുകൊണ്ട് ഒരു ബന്ധം തകരുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു ബന്ധമേ ആയിരുന്നില്ല. സ്വയം സംരക്ഷിക്കുക. ഇന്നു മുതൽ ഈ നിയമങ്ങൾ പിന്തുടരുക. സമയമെടുക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, ഗ്യാരണ്ടി ചോദിക്കുക, ദൗർലഭ്യം കാണിക്കുക, ദാനം ചെയ്യുക, ഇല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാഭിമാനമാണ്.